മസാല ബോണ്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. ഇ.ഡി സമൻസ് നിലനിൽക്കില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. അന്വേഷണത്തിന് തെളിവുകളില്ല. ഇ.ഡിക്ക് അനാവശ്യമായ അന്വേഷണം നടത്താനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. എല്ലാ സമൻസും പിൻവലിക്കുന്നതായും ഇ.ഡി അറിയിച്ചു. വിവരങ്ങളുമായി ശ്യാം ദേവരാജുണ്ട്. ശ്യാമ, ഇപ്പോൾ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇപ്പോൾ ഇ.ഡിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടലും. കൂടുതൽ വിവരങ്ങൾ. കിഫ്ബി മസാല ബോണ്ട് കേസ് സംസ്ഥാനത്ത് ഏറെ വിവാദമായതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് മുതൽ അത് വലിയ വിവാദവുമായിരുന്നു. ആ അന്വേഷണത്തിന്റെ എല്ലാം ഒടുവിലാണ് ഇപ്പോൾ അന്വേഷണവുമായി ഈ മസാല ബോണ്ട് നിയമപരമല്ല എന്നും ഇ.ഡി സമൻസ് നിലനിൽക്കില്ല എന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. സമൻസ് നിലനിൽക്കില്ല എന്ന് നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും കിഫ്ബിയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൽ ഉണ്ടെങ്കിൽ അന്വേഷണമാകാം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇ.ഡിക്ക് അനാവശ്യ അന്വേഷണം നടത്താനാവില്ല. ഒപ്പം തോമസ് ഐസക് നൽകിയ ഹർജിയിലെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ ഹർജിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് തീരുമാനമെടുത്തത്. നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അന്വേഷണമാകാം, തെളിവില്ലെങ്കിൽ തെളിവിന് വേണ്ടി അന്വേഷണം നടത്താനാവില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത്. റോവിംഗ് എൻക്വയറി പാടില്ല എന്നും ഫിഷിംഗ് എൻക്വയറി പാടില്ല എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ ഈ ഹർജി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്ത് നേരത്തെ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും കിഫ്ബിയും 1.5 വർഷം മുമ്പാണ് ഹൈക്കോടതിയെ സമീപിച്ചത്, സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. ഈ ഹൈക്കോടതി സമീപിക്കുമ്പോൾ ജസ്റ്റിസ് വി.ജി. അരുണിന്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിൽ പറഞ്ഞ കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് നിലനിൽക്കില്ല, സമൻസ് അയക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല. മാത്രമല്ല, ഇത്തരമൊരു കാര്യത്തിൽ കിഫ്ബിക്ക് മേൽ അന്വേഷണം നടത്താനാവില്ല എന്നുമായിരുന്നു സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. കാരണം ഇതിന്റെ പരാതിക്കാരാകേണ്ടത് റിസർവ് ബാങ്കാണ്. മസാല ബോണ്ടിന് അനുമതി നൽകിയത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിന് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാവൂ. റിസർവ് ബാങ്കിന് പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റാർക്കും പരാതി ഉണ്ടാകേണ്ടതില്ല എന്നുമായിരുന്നു ആദ്യ സിംഗിൾ ബെഞ്ചിന്റെ ജസ്റ്റിസ് വി.ജി. അരുണിന്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്, ഇടക്കാല ഉത്തരവ്. ഇത് പിന്നീട് പരിഗണനാ വിഷയം മാറുകയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിലേക്ക് വരികയും ചെയ്തു. കഴിഞ്ഞ നവംബർ 24-ന് കഴിഞ്ഞ മാസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായും സമൻസുമായും മുന്നോട്ട് പോകാം എന്നുള്ള ഇടക്കാല ഉത്തരവ്, പുതുക്കിയ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയത്. ഇതിനെതിരെയാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും കിഫ്ബിയും ഡിവിഷൻ ബെഞ്ചിനെ, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതും ഈ സിംഗിൾ ബെഞ്ചിന്റെ പുതുക്കിയ ഇടക്കാല ഉത്തരവ് റദ്ദാക്കിയതും. ഇതിന് പിന്നാലെ കഴിഞ്ഞ 2 തവണയാണ് ഈ ഹർജി സിംഗിൾ ബെഞ്ചിന്റെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത്. അപ്പോൾ തന്നെ ഇക്കാര്യം കിഫ്ബിയും തോമസ് ഐസക്കിന്റെ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നു. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇത്തരമൊരു ഉത്തരവുണ്ട്, പുതുക്കിയ ഇടക്കാല ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട് എന്ന കാര്യം. അതായത് സമൻസിനുള്ള സ്റ്റേ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനുള്ള സമൻസിനുള്ള സ്റ്റേ നിലനിൽക്കുമെന്നായിരുന്നു. തോമസ് ഐസക്കിനും കിഫ്ബിക്കും വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ ജയദീപ് ഗുപ്തയും ഒപ്പം അരവിന്ദ് പി ദത്താറുമാണ്. ഇവർ നിരവധിയായ വാദങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് ഒരു കാര്യം കോടതിക്ക് തന്നെ ബോധ്യമായത്. നിലവിൽ സമൻസ് അയക്കാൻ മതിയായ കാരണങ്ങളില്ല എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ഏകപക്ഷീയമായ അന്വേഷണം അല്ലെങ്കിൽ അനാവശ്യമായ അന്വേഷണമാണ് നടത്തുന്നതെന്ന് കോടതി തന്നെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് തെളിവില്ലെങ്കിൽ പരാതി തന്നെ ഞങ്ങൾ കീറിക്കളയുമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇ.ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ A.R. സുന്ദരേശൻ ഹൈക്കോടതി അറിയിച്ചത്. ഇതിന് പിന്നാലെ കൂടുതൽ വാദം കേൾക്കാൻ വേണ്ടി ഇന്നത്തേക്ക് ഹൈക്കോടതി ഈ ഹർജി മാറ്റുകയും ചെയ്തിരുന്നു. ഇന്ന് ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി തന്നെ സിംഗിൾ ബെഞ്ച് തന്നെ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയത്. മസാല ബോണ്ട് നിയമപരമാണ്, ഇ.ഡി സമൻസ് നിലനിൽക്കില്ല എന്ന കാര്യവും സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു. മസാല ബോണ്ട് കേസിൽ ഇ.ഡിക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. എല്ലാ സമൻസും പിൻവലിക്കുന്നതായും ഇ.ഡി ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്.